ബിഗ് ബോസ് സീസൺ 7-ൽ എന്തൊക്കെ സംഭവവികാസങ്ങൾ നടക്കുമെന്നാണ് ഇപ്പോൾ പ്രേക്ഷകർ മുഴുവൻ നോക്കിക്കാണുന്നത്. ഇത്തവണ ഹൗസിലേക്ക് വൈൽഡ് കാർഡ് എത്തുമെന്നാണ് കരുതുന്നത്. സാധാരണ ഷോ 50 ദിവസത്തിലേക്ക് എത്തുമ്പോഴാണ് വൈൽഡ് കാർഡുകളുടെ വരവുണ്ടാകുക. എന്നാൽ ഇത്തവണത്തെ ബിഗ് ബോസിന്റെ ടാഗ് ലൈൻ തന്നെ 7ന്റെ പണി എന്നായതുകൊണ്ട് നേരത്തെ തന്നെ വൈൽഡ് കാർഡുകൾ ഹൗസിലേക്ക് എത്തുമെന്നാണ് അറിയുന്നത്. റിയാസ് സലീമിനെ പോലെ വൈൽഡ് കാർഡായി എത്തി ഷോ ഇളക്കി മറിച്ച മത്സരാർത്ഥികൾ മുൻ സീസണുകളിൽ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഇതുവരെയും ഒരു വൈൽഡ് കാർഡിന് ബിഗ് ബോസ് വിജയിയാകാൻ സാധിച്ചിട്ടില്ല. ഇക്കുറി എത്തുന്ന വൈൽഡ് കാർഡ് വിജയിയാകുമോ എന്ന് കണ്ടറിയണം. ആരൊക്കെയാകും വൈൽഡ് കാർഡുമായി എത്തുക എന്നത് സംബന്ധിച്ച് ചില സൂചനകൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്. നിലവിൽ ഷോയിൽ കോമണറായി അനീഷാണ് ഉള്ളത്. വൈൽഡ് കാർഡായി ഒരു കോമണർ കൂടി എത്തുമെന്നാണ് സൂചന. അതുകൂടാതെ സിനിമാ താരങ്ങളും അവതാരകരും അടക്കമുള്ളവർ വൈൽഡ് കാർഡുമായി എത്തിയേക്കും. അക്കൂട്ടത്തിൽ ഏറ്റവും സാധ്യതയുള്ള പേരായി കേൾക്കുന്നത് നടൻ ബാലയുടേതാണ്. പ്രശസ്ത സിനിമാ താരമായ ബാല സോഷ്യൽ മീഡിയയിലെ വിവാദ താരമാണ്. അമൃത സുരേഷുമായുള്ള വിവാഹമോചനവും അതിനുശേഷമുള്ള പ്രശ്നങ്ങളും രണ്ടാം വിവാഹവും എല്ലാം ബാലയെ സോഷ്യൽ മീഡിയയിൽ സജീവമാക്കി നിർത്തി. മറ്റൊരു വൈൽഡ് കാർഡ് ആകാനുള്ള സാധ്യത അവതാരകയായ മസ്താനിയാണ്. സെലിബ്രിറ്റി അഭിമുഖങ്ങളിലൂടെ ശ്രദ്ധേയയാണ് മസ്താനി. സീരിയൽ നടൻ ജിഷിൻ മോഹനും വൈൽഡ് കാർഡായി എത്താൻ സാധ്യതയുണ്ട്. സ്നേഹക്കൂട്ട് സീരിയലിലെ നായികയും മിസ് കേരള ബ്യൂട്ടി കോൺടെസ്റ്റിലെ മത്സരാർത്ഥിയുമായിരുന്ന ശ്രീലക്ഷ്മി, ട്രാൻസ് വുമൺ ആയ മാധ്യമ പ്രവർത്തക ഹെയ്തി സാദിയ എന്നിവരുടെ പേരുകളും സാധ്യതാ പട്ടികയിൽ ഉണ്ട്. ഇവരെ കൂടാതെ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധേയനായ മോഡൽ വ്യാസൻ നായർ, അഭിമുഖകാരിയായ മെഹർ, മോഡലും ആർക്കിടെക്റ്റുമായ വേദലക്ഷ്മി എന്നിവരുടെ പേരുകളും വൈൽഡ് കാർഡ് മത്സരാർത്ഥികളായി പ്രചരിക്കുന്നുണ്ട്.